ഓപ്പറേഷൻ നുകോറുമായി ബന്ധപ്പെട്ട് ദുൽഖർ സൽമാന്റെ വീട്ടിൽ നിന്ന് കസ്റ്റംസ് 2 വാഹനങ്ങൾ പിടിച്ചെടുത്തതായി റിപ്പോർട്ടുകൾ. കൂടുതൽ വാഹനങ്ങളുണ്ടെങ്കിൽ സ്വയം ഹാജരാക്കണമെന്ന സമൻസും നൽകിയിട്ടുണ്ട്. ഭൂട്ടാനിൽ നിന്നുള്ള ആഡംബര വാഹനങ്ങൾ നികുതി വെട്ടിച്ച് വാങ്ങിയെന്ന ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദുൽഖർ സൽമാൻ, പൃഥ്വിരാജ് സുകുമാരൻ, അമിത് ചാമക്കൽ തുടങ്ങിയവരുടെ വീട്ടിൽ പരിശോധന നടത്തിയത്. തമിഴ്നാട് രജിസ്ട്രേഷനുള്ള ലാൻഡ് റോവർ കാറാണ് ദുൽഖറിന്റെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത്. ഈ വാഹനം കൊച്ചി കസ്റ്റംസ് ഓഫീസിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അമിത് ചാക്രാന്റെ വീട്ടിൽ നിന്ന് 2 വാഹനങ്ങൾ പിടിച്ചെടുത്തു. ഇതും കൊച്ചി കസ്റ്റംസ് ഓഫീസിലുണ്ട്. ദുൽഖറിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത രണ്ടാമത്തെ വാഹനത്തിന് സ്ഥിരീകരണമില്ല. പൃഥ്വിരാജിന്റെ വസതിയിൽ നിന്ന് വാഹനമൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നാണ് വിവരം. അമിത് അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നാണ് കസ്റ്റംസ് അധികൃതർ ആരോപിച്ചു. എന്നാൽ താൻ ഭൂട്ടാനിൽ നിന്ന് വാഹനം വാങ്ങിയിട്ടില്ലെന്നും അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടെന്ന് താരം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ നിന്നായി 11 വാഹനങ്ങളാണ് പിടിച്ചെടുത്തത്. ഓപ്പറേഷൻ നുംബോറിന് ശേഷമുള്ള വിവരങ്ങൾ നൽകുന്നതിനായി കസ്റ്റംസ് കമ്മീഷൻ വൈകുന്നേരം മാധ്യമങ്ങളെ കണ്ടു. ഭൂട്ടാനിൽ നിന്ന് 8 തരം കാർഡുകൾ നികുതി വെട്ടിച്ച് ഇന്ത്യയിലെത്തിച്ചു എന്നാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ. ഭൂട്ടാൻ പട്ടാളം ഉപയോഗിച്ചിരുന്ന വാഹനങ്ങൾ കുറഞ്ഞ തുകയ്ക്ക് ലേലത്തിനെടുത്ത് വൻ വിലയിൽ മറിച്ചു നൽകുകയാണ് രീതി. നികുതി അടയ്ക്കാതെ രാജ്യത്തിലേക്ക് കടത്തി ഹിമാചൽ പ്രദേശിൽ എത്തിച്ചാണ് ഈ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത്. താരങ്ങൾ നേരിട്ട് വാങ്ങിയാൽ ഇവർക്കെതിരെ നടപടി ഉണ്ടാകും.